ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 7-ാം ജുസ് സൂറത്തുൽ മാഇദ 86 മുതൽ അൻആം 110 വരെയുള്ള വചനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. 85-ാമത്തെ വചനവും ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ചില തഫ്സീറുകളിലും ചില മുസഹഫുകളിലും നമുക്ക് കാണാവുന്നതാണ്. പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ: ഒന്ന്, മദ്യ നിരോധനം, ഇന്നമൽ ഖംറു വൽ മൈസിർ ഫജ്തനിബൂഹു എന്ന് തുടങ്ങുന്ന. 2, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനത അവരോട് മാഇദ ഭക്ഷണത്തളിക ഇറക്കിത്തരാൻ ആവശ്യപ്പെട്ടത് അള്ളാഹുവിന് മാത്രമേ ഗൈബ് അറിയുകയുള്ളൂ എന്ന മറ്റൊരു പ്രധാന വിഷയം. അവസാനമായിട്ട് ഇതര മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ അവഹേളിക്കരുത് എന്ന് പറയുന്നത്. മാഇദയുടെ നാമകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യമൊക്കെ പ്രാസംഗികൻ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ അവസാനം വരെയുള്ള ഭാഗത്തിൽ ആദ്യമായി വരുന്ന ഭാഗം അൻആമിൻ്റെ 20-ാമത്തെ ആയത്ത് മുതലുള്ള ആ ആയത്തുമായി കണക്ട് ചെയ്യുന്നത് കൊണ്ട് ഇൻഷാ അല്ലാഹ് അവിടെ വിവരിക്കാമെന്നാണ് കരുതുന്നത്. 90 മുതൽ 91 വരെയുള്ള വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് അനുവദിച്ചു തന്ന നല്ല കാര്യങ്ങളെ, നേരത്തെ നജീബ് തവനൂർ ഇവിടെ പറഞ്ഞു, ക്രിസ്തീയ പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകൾ വിവാഹം വേണ്ട എന്ന് പറഞ്ഞു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽപ്പെട്ട ചിലരും ചില നന്മയല്ലേ എന്ന് കരുതി ചില കാര്യങ്ങൾ വേണ്ട എന്ന് വെക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അറിയുകയും അവർക്കത് തിരുത്തി കൊടുക്കുകയും ഹലാലും തൊയ്യിബുമായ ഏത് കാര്യങ്ങളും നമ്മൾക്ക് ഉപയോഗിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഭക്ഷണങ്ങളിൽ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ആധുനിക കാലഘട്ടത്തിൽ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഹലാലാണ് എന്ന് കരുതി അത് തൊയ്യിബാണോ എന്നുകൂടി നോക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ വിഷയത്തിൽ നമുക്ക് കൂടുതലായി ചർച്ച ആവശ്യമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് 92-ാമത്തെ വചനം ഈ സഹാബിമാർ പ്രതിജ്ഞ ചെയ്തതും പിന്നീട് അത് നല്ലതല്ല എന്ന് കണ്ട് അത് തിരുത്തേണ്ടി വന്നതുമായ കാര്യം. 2 നിലയ്ക്ക് ആളുകൾ ശപഥം ചെയ്യും. ഒന്ന്, അത് നല്ലതാണ് എന്ന് കരുതി ശപഥം ചെയ്യുകയും പിന്നീട് അതല്ലായിരുന്നു നല്ലത് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അങ്ങനെയുള്ളതിൽ അള്ളാഹു ശിക്ഷിക്കുകയില്ല. ഈ വചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകളും ഒരുപാട് അന്വേഷണങ്ങളും നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മനുഷ്യൻ്റെതായ വീഴ്ചകൾ അള്ളാഹു പരിഗണിച്ചു നൽകുന്നു. സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം നമ്മൾ മനസ്സിലാക്കിയതാണ്. അത് ഇതിലേക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. എന്നാൽ ചില കാര്യം കരുതിക്കൂട്ടി ഉറപ്പിച്ച് ശപഥം ചെയ്ത ശേഷം പിന്നീട് അത് നല്ലതല്ല എന്ന് തോന്നുമ്പോൾ ലംഘിക്കേണ്ടി വരും. ശപഥം ലംഘിക്കുന്നതിനുള്ള, സത്യം ചെയ്ത് അത് ലംഘിക്കുന്നതിനുള്ള പ്രായശ്ചിത്തം 10 മിസ്കീന്മാർക്ക് സാധാരണ നിലയിൽ നൽകാനുള്ള ഭക്ഷണം, അതല്ലെങ്കിൽ അവർക്കുള്ള വസ്ത്രം, അടിമയെ മോചിപ്പിക്കൽ. ഇതിന് സാധ്യമാകാതെ വരുന്ന സന്ദർഭത്തിൽ 3 ദിവസം നോമ്പ് നോൽക്കുക. ഈ നിലയ്ക്കുള്ള പ്രായശ്ചിത്തമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നിർദ്ദേശിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തെ ഏറ്റവും പ്രയാസകരമായ മദ്യം, മയക്കുമരുന്ന്, ചൂതാട്ടം, ഈ കാര്യങ്ങൾ നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയും അതോടൊപ്പം തന്നെ അവരിൽ നിലനിന്നിരുന്ന അൻസാബ്, അസ്ലാം, അവർ ബലി നടത്താൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അതിന് മൃഗങ്ങളെ അറക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുവിനെയാണ് അൻസാബ് എന്ന് പറയുന്നത്. ശകുനം നോക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന അമ്പിനെയാണ് അൽ അസ്ലാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം
പിശാചിൻ്റെ മ്ലേച്ഛമായ കാര്യമാണ് എന്നും ഇതിൽ നിന്ന് വിട്ടുനിൽക്കാനുമുള്ള ആഹ്വാനം. പിശാച് മനുഷ്യരിൽ ശത്രുതയുണ്ടാക്കുന്നുണ്ട് കള്ളുകൊണ്ട്. ഇനിയും നിങ്ങൾക്ക് വിരമിക്കാറായിട്ടില്ലേ? ഫഹൽ അൻതും മുൻതഹൂൻ. ഇനിയും നിങ്ങൾക്ക് വിരമിച്ചുകൂടെ? അമാനി മൗലവിയുടെ തഫ്സീറിൽ സവിസ്തരം അത് പ്രതിപാദിക്കുന്നുണ്ട്. കള്ള് നിരോധിച്ചതും സഹാബിമാര് ആ സന്ദർഭത്തിൽ അതിനോട് പ്രതികരിച്ചതും. അവസാനം ഇൻതഹൈന ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിലേക്ക് വന്നതുമായ കാര്യങ്ങൾ. പിന്നീട് പറയുന്നത് അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കണമെന്നും ഹജ്ജിന് പോകുന്ന വേളയിലും നമ്മൾ ഇപ്പോൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴൊക്കെ ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ പരീക്ഷിക്കുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ അള്ളാഹു അതിന് ഉദാഹരണമായി പറയുന്നത് ഇഹ്റാം കെട്ടിയ ശേഷം വേട്ടയാടൽ അനുവദനീയമല്ല. തൊട്ടടുത്ത് അന്ന് പഴയ കാലത്ത് തവാഫ് ചെയ്യുമ്പോൾ അവർക്ക് വേട്ടയാടാവുന്ന, അവരുപയോഗിക്കുന്ന, അവർ ഭക്ഷിക്കുന്ന മൃഗങ്ങൾ ഉണ്ടായിരിക്കും. ചില ആളുകൾ അതിനെ വേട്ടയാടി പിടിക്കും. അതിന് പ്രായശ്ചിത്തമുണ്ട് എന്നും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ ഇത് ഹജ്ജാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള ഇബാദത്തിലാണ് ഞാൻ മുഴുകിയിരിക്കുന്നത് എന്ന് ആ ബോധത്തോടുകൂടി അതിൽ ആ തെറ്റിലേക്ക് പോകാതെ മാറി നിൽക്കുന്നവരാണ് ഉത്തമർ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന് പറയുന്നത് ലാ യസ്തവിൽ ഖബീസു വത്തൊയ്യിബ്. നല്ലതും ചീത്തതുമായ കാര്യങ്ങൾ ഒരിക്കലും അത് തുല്യമാവുകയില്ല. ചീത്തയുടെ എണ്ണം നമ്മൾ സാധാരണ പ്രത്യേകിച്ച് തൗഹീദിൻ്റെ വക്താക്കളായ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എണ്ണത്തിൽ കുറവല്ലേ എന്നുള്ളത്. തൗഹീദിൻ്റെ ആളുകൾ എന്ന് പറയുന്നവരുടെ എണ്ണക്കുറവ് നിങ്ങൾക്കൊരു പ്രശ്നമല്ലേ? അള്ളാഹു പറയുന്നത് വലൗ അഅജബക കസ്റത്തുൽ ഖബീസ്. തിന്മയുടെ ആധിക്യം, തിന്മ ചെയ്യുന്നവരുടെ തിന്മയുടെ അതുമാതിരിയുള്ള കാര്യങ്ങളുടെ ആധിക്യം നിന്നെ എത്രമാത്രം അത്ഭുതപ്പെടുത്തിയാലും ഒരിക്കലും നന്മയും തിന്മയും തുല്യമാവുകയില്ല. പിന്നീട് പറയുന്നത് ബഹീറത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ് തുടങ്ങിയ ബലിമൃഗങ്ങളുമായി, അല്ലെങ്കിൽ ബലിമൃഗമല്ല, അള്ളാഹുവിൻ്റെ പേരിലല്ലാതെ ദൈവത്തിൻ്റെ പേരിൽ 5 വർഷം 5 പ്രസവം കഴിഞ്ഞ ഒട്ടകത്തെ ദൈവത്തിന് നൽകുന്നതാണ് ബഹീറത്ത്. അതുപോലെ ഓരോരോ മൃഗങ്ങളെ, രോഗത്തിന് വേണ്ടി മൃഗങ്ങളെ മാറ്റി നിർത്തുക, ആടിനെ ദൈവത്തിന് വേണ്ടി നേർച്ചയാക്കുക, ഈ രീതിയിലെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അരികിൽ ശിർക്കായി രേഖപ്പെടുത്തുന്നതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും വിശ്വാസികൾ ബന്ധപ്പെട്ടു പോകരുത് എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് അലൈക്കും അംഫുസക്കും ലാ യദുറുക്കും മൻ ളല്ല ഇദാ ഹ്തദൈതും. ഈ കാലഘട്ടത്തിൽ നമ്മൾ മറ്റൊരു പ്രത്യേകമായ ശ്രദ്ധ ആവശ്യമായ ഈ ആയത്തുകൾ ഓതി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് ഞാനും എൻ്റെ സ്വന്തം ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയാൽ മതി എന്ന് പറഞ്ഞ് ഒന്നിലേക്കും ഇറങ്ങാതെ ദഅവത്തിലില്ല, അംറും ബിൽ മഅറൂഫി വ നഹ്യുൻ അനിൽ മുൻകർ എന്ന പ്രവൃത്തിയില്ല, അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. ഇത് സ്വന്തം കാര്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം, മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ ദീനി കാര്യങ്ങളിൽ നമുക്ക് നല്ല ചിന്തയും താല്പര്യവും പരലോകത്തേക്ക് പോകാനുള്ള സാദ് നമ്മൾ ഒരുക്കി വെക്കണമെന്നുള്ള കൽപ്പനയാണ്. റസൂലുകളോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം മാതാ ഉജിബ്തും, നിങ്ങൾ അവരെ പ്രബോധനം ചെയ്തപ്പോൾ എന്താണ് അവർ ഉത്തരം നൽകിയത് എന്നൊരു വ്യാഖ്യാനവും. എന്നാൽ ഇബ്നു ജുറൈജ് എന്ന പണ്ഡിതൻ പറഞ്ഞത് മാതാ അമിലു ബഅദക്കും, പരലോകത്ത് വെച്ച് ഓരോ പ്രവാചകന്മാരും അവരുടെ അനുയായികളുടെ മുന്നിൽ ചോദിക്കപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. നിങ്ങൾ മരണപ്പെട്ട ശേഷം നിങ്ങളുടെ അനുയായികൾ എന്താണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ചോദിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ സവിസ്തരം പ്രതിപാദിക്കുകയാണ്. അത് നമുക്ക് മുന്നേ സൂറത്തു ആല് ഇമ്രാനിലെ 42, 53 വരെയുള്ള വചനങ്ങളിൽ പറഞ്ഞു പോയതുകൊണ്ട് ആ മേഖലയിലേക്ക് കടക്കുന്നില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചതും വ്യത്യസ്ത രോഗികളുടെ രോഗം സുഖപ്പെടുത്തിയതും ഒക്കെയായ മുഅ്ജിസത്തുകൾ പറഞ്ഞ ശേഷം അത് വിവരിച്ചു കൊടുത്തതുകൊണ്ട് അതിനുശേഷം അതിനെ സത്യനിഷേധികൾ ഏത് നിലയ്ക്കാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്? അവർ പറഞ്ഞു
ഇനാദ ഇല്ലാ സിഹ്റും മുബീൻ, ഇനാദ ഇല്ലാ സിഹ്റും മുബീൻ. പ്രത്യേകമായ ഒരു പഠന വിധേയമാക്കേണ്ട, വിഷയമാക്കേണ്ട, ഗവേഷണം ചെയ്യേണ്ട ഒരു മേഖല. എവിടെയെല്ലാം മുഅ്ജിസത്ത് വന്നിട്ടുണ്ടോ അതിനൊക്കെ എതിരിട്ടുകൊണ്ട് സിഹ്റാണ് എന്ന് പറയുക, ഖുർആനിനെ കുറിച്ച് സിഹ്റാണ് എന്ന് പറയും. ഇനിയും ഒരു ആയത്തിൽ കൂടി ആ ഒരു പരാമർശം വരുന്നുണ്ട്, അതും നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തൻ്റെ അനുയായികളായ ഹവാരിയങ്ങൾ എന്താണ് എന്ന് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, ആരായിരുന്നു എന്ന്. അവർ തങ്ങൾക്ക് ഒരു ആഘോഷമാവാൻ വേണ്ടി ഭക്ഷണത്തളിക ഇറക്കണമെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞതും, അത് ഇറക്കിയ ശേഷം നിങ്ങൾ ധിക്കരിക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതികഠിനമായ ശിക്ഷ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് പറയുകയും അക്കാരണത്താൽ തന്നെ അതിൽ നിന്ന് പിന്മാറി എന്നുമുള്ള അഭിപ്രായമുണ്ട്. വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു ഇറങ്ങിയിട്ടുണ്ട്. ഇബ്നു ജരീർ തൊബരി എന്ന മുഫസ്സിറും ഇബ്നു അബ്ബാസ് നിഅമ തർജുമാനുൽ ഖുർആൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ച ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ മാഇദ ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്. എന്നാൽ മുജാഹിദ് റളിയല്ലാഹു അൻഹു, ഇബ്നു കസീർ എന്ന മുഫസ്സിർ ഇവരൊക്കെ മാഇദ ഇറങ്ങിയിട്ടില്ല എന്നുമുള്ള അഭിപ്രായക്കാരാണ്. അള്ളാഹുവിൻ്റെ രാജാധിപത്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. ഇനി സൂറത്തുൽ അൻആമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഒറ്റയടിക്ക് അവതരിപ്പിച്ച ഏറ്റവും വലിയ സൂറത്ത് ഈ സൂറയാണ് എന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സൂറത്തിനോടുള്ള ബഹുമാനാർത്ഥം അതിൻ്റെ അവതരണ വേളയിൽ ധാരാളം മലക്കുകളും ഇറങ്ങിയിരുന്നു എന്നും റിവായത്തുകൾ നമുക്ക് കാണാം. 1 മുതൽ 110 വരെയുള്ള വചനങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. ആദ്യമായി ആകാശഭൂമികളുടെ സൃഷ്ടിപ്പും അതോടൊപ്പം തന്നെ രാവിനെയും പകലിനെയും സൃഷ്ടിച്ചു എന്ന പ്രത്യേകമായ പരാമർശമുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹു സൃഷ്ടിക്കുന്നത് വെളിച്ചവും ഇരുട്ട് ഭൂതത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുമുള്ള അവരുടെ വാദത്തെ നിരാകരിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. പിന്നീട് പറയുന്ന 3 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു രഹസ്യവും പരസ്യവും അറിയുമെന്നും അതുകൊണ്ട് നമ്മുടെ തേട്ടങ്ങൾ അള്ളാഹുവിലേക്കാകണമെന്നുമാണ്. കൂടാതെ സത്യനിഷേധികൾക്ക് അള്ളാഹു ഓരോരോ ആയത്തുകൾ അവതരിപ്പിക്കുമ്പോൾ അവർ ഇതിനേക്കാൾ നല്ലതൊന്ന് വേണം, അല്ലെങ്കിൽ ഇത് മറ്റൊരു നിലക്കായിരിക്കണം എന്ന രീതിയിൽ അവർ പ്രവാചകനോട് നിരന്തരമായി ദുർന്യായങ്ങൾ നിരത്തി പ്രവാചകനെ ഗണ്ണിച്ചു കൊണ്ടിരുന്നു. ഗ്രന്ഥരൂപത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ ഒറ്റയടിക്ക് അവർക്ക് കൊണ്ടു കൊടുത്താൽ പോലും അവർ ഇത് സിഹ്റാണെന്ന് പറയും എന്നും ഇവിടെ പറയുന്നുണ്ട്. സൂറത്തുൽ മാഇദയിലെ നേരത്തെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂചിപ്പിച്ച കാര്യം. മറ്റൊന്ന് പറയുന്നത് ഭൂമിയിലൂടെ സഞ്ചരിക്കുകയും സത്യനിഷേധികൾക്ക് വന്നു ഭവിച്ച വിപത്തുകളെക്കുറിച്ച് ഗുണപാഠം ഉൾക്കൊള്ളുകയും ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹു സുബ്ഹാനഹു വതആലയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പരത്തുന്നതും ദൈവവിശ്വാസത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് കളയുന്നതുമായ ഒരു കാര്യം, അള്ളാഹു അക്രമിയാണ്, നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മതിയായ പ്രതിഫലം നൽകുകയില്ല, നിഷ്ഫലമാക്കി കളയും എന്നെല്ലാം വല്ലാതെ പ്രചരിപ്പിക്കാറുണ്ട്. ഇവിടെ 12-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, കതബ അലാ നഫ്സിഹിർ റഹ്മ, കതബ അലാ നഫ്സിഹിർ റഹ്മ. അവൻ കാരുണ്യത്തെ സ്വന്തം പേരിൽ അവൻ്റെ ഒരു ബാധ്യതയായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതേ ആശയം തന്നെ കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ വലാ തതുരിദില്ലദീന എന്ന് പറയുന്ന ഒരായത്തുണ്ട്, നമുക്ക് പറയാനുള്ളതാണ്. അവിടെ നീ ഒരിക്കലും ഫക്കീറായ മിസ്കീന്മാരായ പാവപ്പെട്ട സാധുജനങ്ങളെ ആട്ടി അകറ്റരുത് എന്ന് പറഞ്ഞതിന് തൊട്ടു ഉടനെ ആയിക്കൊണ്ട് പറയുന്നത് കതബ റബ്ബുക്കും അലാ നഫ്സിഹിർ റഹ്മ, അള്ളാഹു കാരുണ്യം അവൻ്റെ ഒരു ബാധ്യതയായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അള്ളാഹുവാണ് ആഹാരം നൽകുന്നവൻ, അതുകൊണ്ട് തന്നെ ഈ ആഹാരം നൽകുന്നവനായ അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥന നടത്തേണ്ടതാണ്. അൽ ഫൗസുൽ മുബീൻ, ഏറ്റവും വലിയ വിജയം, ആത്യന്തികമായ വിജയം, പരമമായ വിജയം, അത് പരലോകത്തെ വിജയമാണ്. 20 മുതൽ 24 വരെയുള്ള വചനം വേദക്കാർക്ക് സ്വന്തം മക്കളെ അറിയുന്നതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ പ്രവാചകനെ അറിയാം
വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ചോദിക്കുന്നുണ്ട്, അവലം യക്കുല്ലഹും ആയ, അവർക്ക് ഒരു ദൃഷ്ടാന്തമല്ലേ, അൻ യഅലമഹു ഉലമാഉ ബനു ഇസ്രായീൽ, ബനു ഇസ്രായീലരിലെ പണ്ഡിതന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നന്നായി അറിയാമെന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. 85 മുതലുള്ള മാഇദയുടെ വചനങ്ങളിൽ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് അടുത്തവരാണ് എന്നും ജൂതന്മാരുടെയും മുശ്രിക്കീങ്ങളുടെയും അത്ര തന്നെ മുസ്ലിം സഹോദരന്മാരോട് അക്കാലത്ത് പ്രത്യേകിച്ചും ശത്രുതയില്ലാത്തവരായിരുന്നു ക്രിസ്ത്യാനികൾ എന്നും പറയുന്നതുമായി ഇത് ചേർത്ത് വായിക്കണം. ഈ വിഷയത്തിൽ ഒരുപാട് പഠനങ്ങളും നടന്നിട്ടുണ്ട്. മറ്റൊന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നതാണ്. മഹ്ശറിൽ വെച്ച് മുശ്രിക്കീങ്ങൾ പോലും തങ്ങൾ ശിർക്ക് ചെയ്തു എന്ന കാര്യം നിഷേധിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. സത്യനിഷേധികൾ നരകത്തിൻ്റെ അടുക്കൽ നിർത്തപ്പെടുന്ന സംഭവത്തെപ്പറ്റി പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് നടത്തിയ കാര്യങ്ങൾ അവർ സ്വീകരിക്കാത്തതിൽ പ്രവാചകനോട് ദുഃഖിക്കേണ്ട എന്നും അവർക്ക് വിശ്വസിക്കാൻ ഉതകുന്ന ധാരാളമായ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ എന്നുള്ളതാണ് പറയുന്നത്. പ്രയാസങ്ങളിൽ അള്ളാഹുവിലേക്ക് മടങ്ങണം. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ, അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് പ്രയാസം വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വളരെ വിനയാന്യതരായിക്കൊണ്ട് അങ്ങേയറ്റത്തെ താഴ്മയോടുകൂടി അവനിലേക്ക് ചെന്നില്ല? നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോഴത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന ലിബറൽ ചിന്താഗതികൾ, നാസ്തിക ചിന്ത, ഇതിനൊക്കെ വേരോട്ടം കിട്ടിയിട്ടിരിക്കുന്നത് കൊറോണയ്ക്ക് ശേഷമാണ് എന്നുള്ളതാണ് പലരും പറയുന്നത്. അള്ളാഹുവിൻ്റെ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു പരീക്ഷണം വന്നപ്പോൾ നമ്മുടെ സമൂഹം ഈ വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഈ ഒരു എന്തുകൊണ്ട് അവർക്ക് വിനയാന്വിതരായി കൂടായിരുന്നു, അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന ചോദ്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ സമൂഹം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുന്നതിനെ സൂക്ഷിക്കുകയും ചെയ്യണം എന്നുകൂടി നമ്മൾ പറയുകയാണ്. പിന്നീട് മനസ്സിലാക്കേണ്ട ഐബ്, ഇന്ന് അള്ളാഹുവിന് പുറമെ ആളുകൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൽ നിന്ന് തെറ്റിച്ച് കളയാൻ ദിവ്യന്മാർക്കും പുണ്യപുരുഷന്മാർക്കും വലിയ വലിയ പണ്ഡിതന്മാർക്കും മരണപ്പെട്ടു പോയവർക്കുമെല്ലാം ഐബറിയും എന്ന അത് വിശുദ്ധ ഖുർആൻ പാടെ നിഷേധിക്കുന്നുണ്ട്. ഇൻഷാ അള്ളാഹ് സൂറത്തു ബനി ഇസ്രായേലിൻ്റെ വിവരണത്തിൽ കൂടുതൽ അത് പരാമർശിക്കുമെന്ന് കരുതുകയാണ്. വ ഇൻദഹു മഫാത്തിഹുൽ ഐബ്, അദൃശ്യജ്ഞാനങ്ങളുടെ താക്കോൽ അള്ളാഹുവിൻ്റെ അരികിലാണുള്ളത്. നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കലും ഈ സമുദായത്തെ ഒറ്റയടിക്ക് നശിപ്പിക്കില്ല എന്നും, പക്ഷെ നമുക്കിടയിലുണ്ടാകുന്ന ഏറ്റവും വലിയ ശിക്ഷ നമ്മളെ വിഭിന്ന കക്ഷികളാക്കിക്കൊണ്ട് നമ്മളെ പരീക്ഷിക്കുമെന്നാണ് അമാനി മൗലവിയുടെ ഇതുമായി ബന്ധപ്പെട്ട 61-70 ആയത്തുകളുടെ തഫ്സീർ ശ്രദ്ധിക്കുക. പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രമാണ് 90 വരെയുള്ള ആയത്തുകളിൽ. അതിലേറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 18 പ്രവാചകന്മാരുടെ പേരാണ് അവിടെ പറയുന്നത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം സവിസ്തരം പ്രതിപാദിച്ച ശേഷം 17 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞിട്ട് അവരെങ്ങാനും ശിർക്ക് വെച്ചിരുന്നെങ്കിൽ, ഏറ്റവും ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രധാനപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകന്മാരും അല്ലാത്ത പ്രവാചകന്മാരുമായ അവരെ പേര് പറഞ്ഞ ലഇൻ അഷ്റകൂ ലയഹ്ബതന്ന അമലഹും, അവരെങ്ങാനും ശിർക്ക് വെച്ചിരുന്നെങ്കിൽ അവരുടെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന അങ്ങേയറ്റം ഗൗരവകരമായ ഒരു പരാമർശമുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാത്തത് ഷിർക്കിലേക്ക് എത്തിക്കുന്നു. ലോകത്ത് ഒന്നടങ്കവും ഉമ്മുൽ ഖുറയിൽ പ്രത്യേകിച്ചും പ്രബോധനം നടത്താനാണ് വിശുദ്ധ ഖുർആൻ. ഒരുപാട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഭാര്യയില്ല, അതുകൊണ്ട് തന്നെ സന്താനവുമില്ല. ലാ തുദ്രിക്കുൽ അബ്സാർ വഹുവ യുദ്രിക്കുൽ അബ്സാർ, കണ്ണുകൾ കൊണ്ട് അവനെ കാണാൻ കഴിയില്ല. നമ്മുടെ നാട്ടിലെ പല കറാമത്ത് കഥകളിലും ദൈവത്തെ അള്ളാഹുവിനെ കണ്ടു, അള്ളാഹു ഹാളിറായി എന്നൊക്കെ പറയുന്നത് ഈ ആയത്തുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാത്ത കാര്യമാണ്. അവസാനമായി പറയുന്നത്
ഇന്ന് നമ്മളൊരു സമൂഹമായി ജീവിക്കുമ്പോൾ, ഇതര മതസ്ഥരോട് ഒത്തു ജീവിക്കുമ്പോൾ, വ്യത്യസ്തമായ മതത്തിലെ ആളുകളോട് നമ്മുടെ പെരുമാറ്റം ഈ ഒരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ല ഫയസുബ്ബുല്ലാഹ അദ്വം ബിഗൈരി ഇൽം. ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്ക് പുറമെ മറ്റുള്ള ആളുകൾ പലതിനെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ആരാധ്യ വസ്തുക്കളെ മുഅ്മിനായ, പ്രത്യേകിച്ച് മുവഹിദായ ഒരു മനുഷ്യനും ആ ആരാധ്യ വസ്തുക്കളെ ഒരു നിലയ്ക്കും ആക്ഷേപിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവർ നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആലയെ ധാരാളമായി അതിര് കവിഞ്ഞ നിലയ്ക്ക് ആ ആയത്തിലും ഈ ആയത്ത് ഓതുന്ന സമയത്തും പല സഹോദരങ്ങളും അദുവൻ എന്ന് തെറ്റി ഓതാറുണ്ട്. അദുവൻ എന്നാണ്, അത് ശത്രു എന്നല്ല. അള്ളാഹുവിനെ അതിര് കവിഞ്ഞ് അവർ തിരിച്ച് ശകാരിക്കാൻ ഇടവരുമെന്നാണ്. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. കൂടുതൽ നല്ല ദൃഷ്ടാന്തങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചു കൊള്ളാമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അവരുടെ വാദം ഒരിക്കലും അത് അവർ മനസ്സിൽ തട്ടി പറയുകയില്ല, വിശ്വസിക്കാൻ വേണ്ടി പറയുകയില്ല എന്ന് ഗണ്യതമായി ഗണ്ണിച്ചുകൊണ്ട് ഈ സൂറത്തിൻ്റെ ഈ ജുസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വളരെ കുറഞ്ഞ സമയത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഈ പഠന സെഷൻ നമുക്ക് ഉപകാരപ്പെടട്ടെ. ഇതിലെ ഒരു കാര്യം അനുബന്ധമായി സൂചിപ്പിക്കാൻ, ഇതുവരെ കഴിഞ്ഞതുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായും അതുപോലെ വളരെ കാര്യപ്രസക്തമായി സൂക്ഷിക്കേണ്ട കാര്യങ്ങളും പലരും നിർദ്ദേശിക്കുന്നുണ്ട്. അതുപോലെയുള്ള നിർദ്ദേശങ്ങൾ ഈ വിഷയത്തിലും ഉണ്ടാകണമെന്നും ഒരുപാട് ഗവേഷണങ്ങളിലേക്കും ഒരുപാട് പഠനങ്ങളിലേക്കും വഴി തുറക്കുന്ന ഒരു രീതിയാണ് ഇത് എന്നും ഇതിന് അവസരം നൽകിയ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അള്ളാഹു ഒരു സാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരായ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതലായി പ്രശംസയോടുകൂടി പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജീവിത പാഠങ്ങൾ നമ്മളിലേക്ക് പകർത്താൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ പാതയോട് വിമുഖത കാണിക്കുന്ന ആളുകളെ വിശുദ്ധ വേദം വിഡ്ഢികളുടെ കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2-ാം അധ്യായത്തിന്റെ 130-ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാതയോട് വൈമനസ്യം കാണിക്കുന്ന ആളുകൾ സ്വയം വിഡ്ഢികൾ ആയവർ മാത്രമാണ്, അല്ലാത്തവർക്ക് അതിന് സാധ്യമാവുകയില്ല എന്ന് പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഐഹിക ജീവിതത്തിൽ പടച്ച റബ്ബ് ഒരുപാട് പ്രത്യേകതകൾ കൽപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഇബ്രാഹിം പ്രവാചകൻ. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ദുനിയാവിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നാണ്. വഇന്നഹു ഫിൽ ആഖിറതി ലമിന സ്വാലിഹീൻ, പരലോകത്തിലും പ്രത്യേകം അദ്ദേഹം സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കുമെന്ന ഒരു ഉറപ്പുകൂടി അള്ളാഹു നൽകിയിരിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, എന്താണ് ഇബ്രാഹിം ഈ പാതയുടെ ആണിക്കല്ല്? ഇബ്രാഹിം ഈ പാതയുടെ മജ്ജ എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പരിപൂർണമായ കീഴ്വണക്കം അത് രക്ഷിതാവിന് നൽകുക എന്നുള്ളത്. ഇതിൽ നമ്മൾ
എത്ര കണ്ട് നമ്മുടെ ശ്രദ്ധയും ചിന്തയും ഒക്കെ കൊടുക്കുന്നുവോ അവിടെയാണ് ഇബ്രാഹിമി പാതയെ ഏറ്റെടുക്കുന്നവരാണ് നമ്മൾ എന്ന് പറയുന്നതിൽ അർത്ഥവും അതുപോലെ ആവേശവും ഒക്കെ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവിനോട് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് രക്ഷിതാവ് കീഴ്പ്പെടാൻ പറഞ്ഞ ഓരോ സന്ദർഭങ്ങളിലുമാണ്. ഇനി നോക്കൂ, നമ്മൾ ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ നൈരന്തര്യത്തോടുകൂടി ഓർക്കണം ജീവിതത്തിൽ എന്നതിന് കൃത്യമായ ചില പ്ലാനുകൾ വെച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള പ്രഭാത പ്രദോഷങ്ങളിലെ പ്രാർത്ഥനകൾ, അസ്ബഹന അല്ലെങ്കിൽ അംസൈന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി നബിയിന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ പാതയെ പിൻപറ്റാനുള്ള ഒരു ത്വര അത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നിക്ഷേപിച്ചു വച്ചിരിക്കുകയാണ്. നമ്മളോട് എല്ലാ നമസ്കാര സമയങ്ങളിലും പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള, നമസ്കാരത്തിൻ്റെ റുക്നായി പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ് സ്വലാത്ത്. ഇബ്രാഹിമി സ്വലാത്താണ് നമ്മൾ നിർവഹിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദിൻ എന്ന് കഴിഞ്ഞതിന് ശേഷം ഏതുപോലെ എന്ന് പറയുന്നിടത്ത് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വ അലാ ആലി ഇബ്രാഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് വിലയിരുത്താൻ കഴിയും. അത് പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രബോധനവും സന്ദേശങ്ങളും എന്ന് പറയുമ്പോൾ ധാരാളം മേഖലകളിലൂടെ ഈ വിഷയത്തെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ടിട്ടുള്ള വിശേഷണങ്ങളിലെ 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ സ്ലൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഹനീഫായിരുന്നു എന്നുള്ളതാണ്. ഹനീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹനീഫിയത്ത് എന്ന് പറയുന്നത് ഒരു വഴിയാണ്. ഹനീഫിയത്ത് അത് എവിടുന്നാണ് ഉണ്ടാവുന്നത്? വ്യാജവും നിർമ്മതവുമായിട്ടുള്ള സകല ആദർശങ്ങളെയും വെടിയുകയും കറകളഞ്ഞതായ ഏകദൈവ ആദർശത്തെ പുൽകുകയും ചെയ്യുക. അങ്ങനെ പുൽകിയ വ്യക്തിത്വമാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതാണ് ഹനീഫിയത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. അപ്പൊ ആ ഹനീഫ് എന്നതിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലെ പ്രബോധകനെ നമുക്ക് കാണാൻ കഴിയും. ഇനി അതുപോലെ ഒരു പ്രബോധകൻ ഉണ്ടായിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഹലീം ആയിരിക്കുക എന്നുള്ളത്. ഹലീം, സഹനശീലനായിരിക്കുക. പ്രബോധകൻ എന്ന നിലയിൽ സഹനശീലനായി വർത്തിച്ചതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ഒരു ഉമ്മത്ത് എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയെ വിശേഷിപ്പിക്കപ്പെട്ടത്. കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ആൾഫലവും സൗകര്യങ്ങളുമില്ലാത്ത സമയത്തും ഉത്തമ സമൂഹത്തെ വാർത്തെടുക്കാൻ ധീരമായി മുന്നോട്ട് വന്ന് സ്വയം ഒരു സമുദായമായി മാറിയിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് നമ്മൾ പലതും ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്ന സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ പ്രബോധനത്തിൻ്റെ സന്ദേശങ്ങളെ ഇബ്രാഹിം നബിയിലൂടെ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നത് സ്വന്തം ആദർശം ജീവിതത്തിൽ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ആരോടും പറയാതെ അതിനെ മൗനം ദീക്ഷിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയത് കൊണ്ടല്ലല്ലോ, മറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ആദർശത്തെ തുറന്നു പറയുകയും ആ മാർഗത്തിലേക്ക് തൻ്റെ ജനതയെ ക്ഷണിക്കുകയും ചെയ്യുന്ന സാഹചര്യം എപ്പോഴാണോ ഉണ്ടായത് അവിടെ മുതലാണ് ഇബ്രാഹിം പ്രവാചകന് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ളത്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുന്ന പശ്ചാത്തലത്തെ 3 ഭാഗങ്ങളായി നോക്കൂ നിങ്ങൾ. ഒന്ന്, സൂര്യചന്ദ്ര നക്ഷത്രാദികളെ ആരാധ്യ വസ്തുക്കളായി കണ്ട ഒരു ജനത. അതിനിടയിലേക്കാണ് ഇബ്രാഹിം പ്രവാചകൻ കടന്നു വരുന്നത്. വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവർക്കിടയിൽ എങ്ങനെ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ, വീട്ടിൽ പോലും തനിക്ക് അനുകൂലമായൊരു സാഹചര്യമല്ലല്ലോ ഉള്ളത്. ആ വിഗ്രഹത്തിന്റെ നിർമ്മാണത്തെ ബിസിനസ് ആക്കുകയും ആ വിഗ്രഹങ്ങളെ തന്നെ പൂജാ വസ്തുക്കളാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരു പിതാവിന്റെ മകനായി ജനിക്കേണ്ടി വരുന്ന തീർത്തും സങ്കീർണമായ സാഹചര്യത്തിലൂടെ ജീവിക്കേണ്ടി വന്നിട്ട് പോലും ആ ഇബ്രാഹിം പ്രവാചകൻ പ്രബോധനത്തെ ഏറ്റവും വലുതായി കണ്ടപ്പോൾ ആ മഹാനുഭാവന് ജീവിതത്തിൽ ധാരാളം ഗുണവിശേഷണങ്ങൾ അള്ളാഹു കൊടുക്കുന്ന ഒരു സാഹചര്യം
ഉണ്ടാവുകയാണ്. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഓരോരോ പ്രബോധന പ്രവർത്തനങ്ങളുടെ ഓരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഘട്ടങ്ങളിൽ നാം സ്വീകരിക്കേണ്ടതായിട്ടുള്ള നിലപാടുകൾ, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അവിടെ ഒന്നാമതായിട്ട് നമ്മുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം ഇൻഷാ അല്ലാ, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനത്തിന് നിശ്ചയിച്ചിട്ടുള്ള മർഹലകളാണ്. മറാഹിലു ദഅവ എന്ന് പറയുന്ന ഒരു ഭാഗം, അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുമ്പോൾ സ്വീകരിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ മൂവ്മെന്റ് ഉണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരാണ്. അത് ഒന്നാമതായിട്ട് എവിടെ നിന്നായിരിക്കണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് എവിടെ നിന്നാണ് പ്രബോധനം തുടങ്ങേണ്ടത്? ആ പ്രബോധനം ആരംഭിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. സ്വന്തം വീട്ടിൽ നിന്നാണ്. ആ സ്വന്തം വീട്ടിലും ബന്ധുക്കളിലുമൊക്കെ പ്രബോധനം ആരംഭിക്കണം എന്ന് പറയുമ്പോൾ ഈ ജുസ്ഇലെ 7ാമത്തെ ജുസ്ഇൽ നിന്നും മറ്റു അനേകം ജുസ്ഉകളിൽ നിന്നും നമുക്ക് ഈ ചരിത്രം പഠിച്ചെടുക്കാൻ കഴിയും. അവിടെ ഒന്ന് സൂചിപ്പിച്ചിട്ടുള്ളത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രബോധനത്തിന്റെ ഒന്നാമത്തെ ഘട്ടത്തിന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന ആ ഒരു ഭാഗം സൂറ അൻആമിലെ 74ാമത്തെ ഭാഗമാണ്, 74ാമത്തെ വചനമാണ്. വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പിതാവിനോട് പ്രഖ്യാപിക്കുകയാണ്. കരുത്തുറ്റ ആദർശത്തെ പ്രഖ്യാപിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ഏതൊരു ബിംബങ്ങളെ അതല്ലെങ്കിൽ അല്ലാഹുവേതരരെയാണ് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളെയും നിങ്ങളുടെ ജനതയെയും ഒക്കെ ഞാൻ നോക്കിക്കാണുന്നത് കൃത്യമായ അറിവിൻ്റെയും വെളിപാടിൻ്റെയും അടിസ്ഥാനത്തിൽ വളരെ വ്യക്തമായ വഴികേടിലായിട്ടാണ് നിങ്ങളെ കാണാൻ കഴിയുന്നത് എന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. രണ്ടാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ബഹുദൈവാരാധകരായിട്ടുള്ള ശിർക്കൻ വിശ്വാസങ്ങളിൽ ആബദിച്ചിട്ടുള്ള സ്വജനതയോടുള്ള തൻ്റെ ദഅവാ പ്രവർത്തനങ്ങളാണ്. സൂറ മുംതഹിനയിലെ 4ാമത്തെ വചനത്തിലൂടെയും സൂറ അൻആമിലെ തന്നെ 76 മുതൽ 79 കൂടിയ വചനങ്ങളിലൂടെയും ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറ അൻആമിലെ ആ ഭാഗം മറ്റൊരു തലമായി നമുക്ക് പഠിക്കാൻ കഴിയുമെന്നതുകൊണ്ട് അത് ഇവിടെ സവിസ്തരം പ്രതിപാദിക്കുന്നില്ല. മറ്റൊരു ഭാഗം, ഒരു ഘട്ടമെന്ന് പറയുന്നത്, മൂന്നാമത്തെ ഒരു ഘട്ടം എന്ന് പറയുന്നത് നാട്ടിലെ ഭരണാധികാരിയായിട്ടുള്ള രാജാവിനോട്, നമ്രൂദിനോട് നടത്തുന്ന ഒരു ദഅവത്തിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് സൂറ ബഖറയിലെ 258 തുടങ്ങിയിട്ടുള്ള ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നോക്കൂ നിങ്ങൾ, ഒരു പ്രബോധകന്റെ മനസ്സ് എவ்விധം പാകപ്പെടേണ്ടതുണ്ട് എന്നതിന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിന്ന്, ആദർശ പിതാവിൽ നിന്ന് നമുക്കുള്ള മാതൃക എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, എന്താണ് പ്രബോധകന്റെ മനസ്സ് പാകപ്പെടാൻ പരിഗണിക്കേണ്ട വിഷയമെന്നും മറ്റൊന്ന് പരിഗണിക്കാൻ പാടില്ലാത്ത വിഷയമെന്നുള്ളതാണ്. എങ്ങനെയായിരിക്കണം ഒരു പ്രബോധകന്റെ മനസ്സ് പരിഗണനയുമായി ബന്ധപ്പെടുത്തി പാകപ്പെടേണ്ടത് എന്നുള്ളത് വിലയിരുത്തുമ്പോൾ അവിടെ പരിഗണിക്കാൻ പറ്റാത്ത ചില വിഷയങ്ങളുണ്ട്. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഞാനതിൻ്റെ റെഫറൻസ് കൊടുത്തിട്ടില്ല, പക്ഷെ നമുക്ക് ഈ സൂറ അൻആമിലൂടെയും ശുഅറായിലൂടെയും ഒക്കെ തുടങ്ങി നമുക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്താൻ സാധിക്കും. അവിടെ ഒരിക്കലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരിഗണിക്കാത്ത വിഷയമാണ് വാശി തീർക്കുക എന്നൊരു കാര്യം. ഒരു പ്രബോധകൻ വാശി തീർക്കേണ്ടവനല്ല. വാശി തീർക്കലല്ല ദഅവത്ത് എന്ന് പറയുന്നത്. അതേപോലെ ശക്തി പ്രകടനമല്ല ദഅവത്ത്. ഒരു മത്സര ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കക്ഷിയെ തോൽപ്പിക്കുക എന്ന അർത്ഥത്തിൽ ഒന്നുമല്ല യഥാർത്ഥത്തിൽ ദഅവാ പ്രവർത്തനങ്ങൾ നടക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പരിഗണിക്കാൻ പറ്റാത്ത, പരിഗണിക്കേണ്ടതില്ലാത്ത വിഷയങ്ങൾ 3 പറഞ്ഞു. ഇനി എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരിഗണിച്ചിട്ടുള്ളത്? ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പരിഗണിച്ച വിഷയം ഒന്ന്, വരാനിരിക്കുന്നതായ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയുണ്ടായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക്. തൻ്റെ പിതാവ് അകപ്പെട്ടു പോകും എന്ന് കൃത്യമായ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലായ ആ ഒരു ശിക്ഷയെ പിതാവിലേക്ക് വരുന്നത്, ജനതയിലേക്ക് വരുന്നത് ഒക്കെ പേടിച്ചു. അതോടൊപ്പം തന്നെ അതിരറ്റ ഗുണകാംക്ഷയാണ്
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എല്ലാ ആളുകളും, എൻ്റെ ജനതയിൽ എല്ലാവരും ഈ ആദർശം ഉള്ളവരായിരിക്കണം എന്ന ഗുണകാംക്ഷ, അതോടൊപ്പം പ്രതിഫലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രതീക്ഷയും ആ ഒരു ബോധ്യവുമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമെ നയിച്ചു. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ സൂറ ഫുസ്സിലത്തിലെ 33-ാമത്തെ വചനത്തിൽ പറയുന്നത്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. ഏറ്റവും ഉത്തമമായ വാക്ക് എന്ന് പറയുന്നത് അത് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന വാക്കും പ്രവൃത്തിയും അത്തരത്തിലുള്ള രൂപത്തിലുള്ള ഇടപെടലുകളും സംഘടനാ പ്രവർത്തനങ്ങളൊക്കെയാണ് എന്ന് കൃത്യമായി പരിചയപ്പെടുത്താണ്. അപ്പോൾ ആ ഒരു മാതൃകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നമുക്ക് സ്വീകരിക്കാനുള്ളത്. നമ്മുടെ ഒരു അയൽവാസി അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബക്കാരൻ യാ ശൈഖന മടവൂർ എന്ന് വിളിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കാമെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാവേണ്ടത് അവനോടുള്ള മാത്സര്യമോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നുമല്ല, മറിച്ച് അവനും എൻ്റെ കൂടെ അല്ലെങ്കിൽ അവനും ഞാൻ ഉണ്ടാകുന്ന പാതയിൽ ഉണ്ടായിത്തീരണമല്ലോ എന്ന നസീഹത്താണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമക്ക് പരിഗണിക്കാൻ തോന്നിയൊരു വിഷയം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഉണ്ടാകുന്ന അപകടങ്ങളാണ്. ഇനി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധന ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ അവിടെ സ്വീകരിച്ചിട്ടുള്ള ഒരു മെത്തഡോളജി ഉണ്ട്. എന്താണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദഅവത്തിന്റെ രീതിശാസ്ത്രം? ഇതൊക്കെ നമുക്ക് വിശുദ്ധ ഖുർആൻ കൃത്യമായി വരച്ച് കാണിക്കുകയാണ്. ഒന്ന് സൈദ്ധാന്തികമായിട്ടുള്ള ഒരു ശൈലിയാണ്. ആ സൈദ്ധാന്തികമായ ശൈലിയെ ഉദാഹരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തു ശുഅറയിലെ 78 മുതൽ 82 കൂടിയ വചനങ്ങളിലൂടെ നമുക്ക് കൃത്യമായി ആ ഭാഗങ്ങൾ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. സൃഷ്ടി മഹത്വങ്ങളുടെ തെളിവുകൾ അങ്ങനെ നിരത്താണ്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ. അവനാണ് എന്നെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, അവനാണ് എനിക്ക് വഴി കാണിച്ചു തരുന്നത്. വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ. അവൻ എനിക്ക് ഭക്ഷണം നൽകുകയും എനിക്ക് ആവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നൽകുകയും എന്നെ കുടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ. എനിക്ക് രോഗം വന്നാൽ എന്നെ ശമിപ്പിക്കുന്നത്, എനിക്ക് ശമനം നൽകുന്നത് അവനാണ്. വല്ലദീ യുമീതുനീ സുമ്മ യുഹീൻ. അവൻ എന്നെ മരിപ്പിക്കുന്നു, എന്നെ ജീവിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാണ് വല്ലദീ അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ എന്നുള്ളതാണ്. അപ്പോ എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു റുബൂബിയത്തിന്റെ തലങ്ങളെ മുഴുവനും എനിക്ക് നൽകുന്നതായ സൃഷ്ടി മാഹാത്മ്യങ്ങളുടെ എല്ലാ കൃത്യമായ കഴിവുകളും എന്നിലേക്ക് വരുന്നത് ഈ സട്ടാവിലൂടെയാണെന്നിരിക്കെ എങ്ങനെയാണ് ആരാധനയുടെ തലത്തിൽ എനിക്ക് മറ്റൊരു ഉപാധിയെ തേടാൻ കഴിയുക? അപ്പോൾ റുബൂബിയത്തിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നിൽ വെച്ചുകൊണ്ട് ഉലൂഹിയത്തിലേക്ക് ചേർക്കുന്ന ഒരു ശൈലിയാണ് സൈദ്ധാന്തിക രീതിയിൽ ഒന്ന് നമുക്ക് കാണാൻ കഴിയും. മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിച്ച സൈദ്ധാന്തിക ദഅവത്തിന്റെ ശൈലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂറ അൻആമിലെ 76 മുതൽ 79 കൂടിയ വചനങ്ങൾ എന്നെ വിശദീകരിക്കുന്നില്ല. തികഞ്ഞ യുക്തിദീക്ഷയോടുകൂടി സൂര്യനെ പറയുന്നു, ചന്ദ്രനെ പറയുന്നു, നക്ഷത്രാദികളൊക്കെ പറയുന്നു. അതൊക്കെ മറഞ്ഞുപോയോ? എങ്കിൽ മറഞ്ഞു പോകുന്നത് എൻ്റെ റബ്ബല്ല എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ സൈദ്ധാന്തിക ശൈലിയിലൂടെയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഭാഗത്ത് ദഅവത്തിനെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് തന്നെ ദഅവത്തിന്റെ മെത്തഡോളജി പഠിക്കുമ്പോൾ പ്രായോഗികമായിട്ടുള്ള ഒരു രീതി കൂടി നമുക്ക് കാണാൻ സാധിക്കും. അമലിയ ആയിട്ടുള്ള ഒരു തലത്തിൽ നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ ഉത്തമ മാതൃകയായിരുന്നു എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അപ്പോൾ ആ ഉത്തമ മാതൃകയിലൂടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും പാലിക്കേണ്ടതായിട്ടുള്ള മാതൃകകൾ മാതൃകാധന്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലുമുള്ള ഇടപെടൽ, സൗമ്യമായിട്ടുള്ള ഇടപെടൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രത്യേകതയാണ്. പ്രാർത്ഥനാ മനസ്സോടുകൂടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയ്ക്ക് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്.
ജനതയെക്കുറിച്ചുള്ള അതിരറ്റ പ്രതീക്ഷയായിരുന്നു, ഹൃദയം കൊണ്ടുള്ള സംവേദനമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ഉണ്ടായിരുന്നത്. മറ്റൊരു തലം എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ പ്രബോധകന് പാലിക്കാനുള്ള ധാരാളം പാഠങ്ങളാണ്. ഞാനിതിനെ ചുരുക്കിയാണ് അവതരിപ്പിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായിട്ടുള്ള ആദർശ പിതാവായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നുള്ളതാണ്. അഥവാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക് വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. റബ്ബനാ വബഅസ് ഫീഹിം റസൂലാ, അവരിൽ നിന്നൊരു റസൂലിനെ നീ നിശ്ചയിക്കണമേ എന്ന് പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ആ പ്രവാചകൻ എന്തു ചെയ്യണം എന്നൊക്കെ കൃത്യമായി പറയാൻ. മിൻഹും യത്ലൂ അലൈഹിം ആയാതിക്, നിന്റെ ആയാത്തുകൾ അദ്ദേഹം ഓതിക്കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാകണം. വയുഅല്ലിമുഹുമുൽ കിതാബ്, വേദത്തെ പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകണം. തത്വജ്ഞാനങ്ങൾ പഠിപ്പിക്കുന്ന അവസ്ഥയുണ്ടാകണം. എന്തിനു വേണ്ടിയാണ്? വയുസക്കീഹിം, ആ ഒരു ജനത സംസ്കരിക്കപ്പെടാൻ വേദപാഠങ്ങൾ, വേദത്തിന്റെ വെളിച്ചം ആവശ്യമാണ് എന്നുള്ളതാണ്. ഇന്നക അൻതൽ അസീസുൽ ഹകീം, ഹക്കീമും അസീസും ഒക്കെയാണ് പടച്ചവൻ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് തീർച്ചയായും നമുക്ക് അതിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള പാഠം എന്താണ്? സത്യപ്രബോധനത്തെ ലക്ഷ്യമാക്കി നമ്മൾ അങ്ങനെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ സംഘത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള തേട്ടം ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒരു കൊച്ചു സംഘം ഇങ്ങനെ നമ്മളിങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് ആ ഹനീഫിയത്തിന്റെ പാതയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. അവർ നമ്മളെ ആക്രോശിക്കാനും അവർ നമ്മൾക്കെതിരെ പ്രതിരോധങ്ങൾ തീർക്കാനും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ആദർശത്തിൽ നിന്ന് വിട്ടുനിൽക്കരുത് എന്ന ആത്മാർത്ഥമായിട്ടുള്ള ഇബ്രാഹിമി പാതയുടെ ആ പിന്തുടർച്ചയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നമുക്ക് കരുത്തു പകരേണ്ടതുണ്ട്. സൂറ ബഖറയുടെ 129-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം റസൂലിന് വേണ്ടി ഉള്ള മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തേട്ടം നടത്തുന്നത്, ആ തേട്ടത്തെ അന്വർത്ഥമാക്കുന്ന വിധത്തിലാണ് ഖുർആൻ സൂറ ജുമുഅയിലെ 2-ാമത്തെ വചനം പറയുന്നത്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്ന, അധർമ്മത്തിലായിരുന്ന ഒരു ജനതയെ കൃത്യമായ നേരിന്റെ സൽപാന്താവിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രവാചകൻ ഓതിക്കൊടുത്ത വേദങ്ങളാണ്, വേദവാക്യങ്ങളാണ് കാരണമായിട്ടുള്ളത് എന്നുള്ള ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഇനി നോക്കൂ, സ്വന്തത്തിനും സന്താനങ്ങൾക്കുമൊക്കെ വേണ്ടിയിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിൽ പ്രബോധകനുള്ള പാഠങ്ങൾ എന്ന് പറയുന്നത് സ്വന്തത്തിനും സന്താനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ളത് തന്നെയാണ്. ഞാനും എൻ്റെ കുടുംബവുമൊക്കെ ശിർക്കിൽ നിന്ന് മുക്തമായി പരിപൂർണമായ സത്യവിശ്വാസത്തിലും തൗഹീദിലും അധിഷ്ഠിതമായി ജീവിക്കണം എന്നുള്ളതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തേട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. വജനുബനി വബനിയ അൻ നഅബുദൽ അസ്നാം, ഞാനും എൻ്റെ മക്കളും വിഗ്രഹങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്, ബഹുദൈവാരാധകരക്കാകുന്നതിൽ നിന്ന് പടച്ചവനെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്നുള്ളതാണ്. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് രാഷ്ട്രപുരോഗതിക്കു കൂടിയുള്ള തേട്ടമാണ്. പ്രബോധകന്റെ മനസ്സ് വിശാലമാകണം എന്നുള്ളതാണ് ഇബ്രാഹിം പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. വഇദ് ഖാല ഇബ്രാഹീമു റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം, റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, ഈ ഒരു രാജ്യത്തെ നിർഭയത്വമുള്ള രാജ്യമാക്കണം എന്നുള്ളതാണ്. അപ്പൊ രാജ്യത്തിന്റെ നന്മകൾക്ക് വേണ്ടി നമ്മുടെ തേട്ടമുണ്ടാകണം, വിഭവ സമൃദ്ധിക്ക് വേണ്ടിയുള്ള തേട്ടമുണ്ടാകണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉത്തമ രാഷ്ട്രത്തിന്റെ സ്വപ്നം നമ്മുടെ ഈ സമകാലിക സാഹചര്യത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇബ്രാഹിം പ്രവാചകൻ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. പ്രബോധകന്റെ മനസ്സിൽ രാഷ്ട്രപുരോഗതിക്കുള്ള തേട്ടമുണ്ടാകുമ്പോൾ അവിടെ ധാരാളമായിട്ട് നമുക്ക് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ ആളുകളും എന്നതിനപ്പുറത്ത് വിശാലമായൊരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മക്കൾ ഏറ്റവും നല്ല അർത്ഥത്തിലായി തീരാൻ വേണ്ടിയിട്ടുള്ള തേട്ടം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് കാണാൻ കഴിയും. റബ്ബി ജഅൽനി മുഖീമ സ്വലാ വമിൻ ദുരിയത്തി, ഞാനും എൻ്റെ കുടുംബവും
എൻ്റെ മക്കളും എല്ലാവരും ഏറ്റവും നല്ല ആരാധനാ നിഷ്ഠയുള്ളവരായി തീരണം എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രബോധകൻ എപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ഒരിക്കലും ജീവിതത്തിൽ എൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോയിക്കൂടാ. അതുകൊണ്ട് എൻ്റെ കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി, ഞാൻ ചെയ്യുന്ന ദഅവാ പ്രവർത്തനങ്ങളുടെ സ്വീകാര്യതക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നുള്ളതാണ് ഈ ഒരു ജുസ്ഇലെ, 7ാമത്തെ ജുസ്ഇലെ അവസാന ഭാഗങ്ങളിൽ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംൻ എന്നുള്ള നിർഭയത്വം കിട്ടുന്ന ഒരു ആദർശത്തെ പരിചയപ്പെടുത്തുകയായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, ആ നിർഭയത്വമുള്ള ആദർശം അത് നമ്മുടെ അടുത്ത് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ആ ആദർശത്തെ കൃത്യമായി പ്രബോധനം നടത്താൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാകണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ എല്ലാ നിലക്കുമുള്ള കർമ്മങ്ങളും കർമ്മങ്ങളുടെ സ്വീകാര്യതയ്ക്കും വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അതിലൊക്കെ ഇബ്രാഹിമി മാതൃക നമുക്കുണ്ട് എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെയുള്ള നല്ല തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.